വൈകുണ്ഠ ഏകാദശി. വഞ്ചനാട് ഭൂപതി തൻ്റെ വംശത്തിൻ്റെ കുലദൈവമായ പത്മനാഭസ്വാമിയെ ദർശിക്കാൻ തിരുവനന്തപുരത്തെത്തുന്നു. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാകാരം ഗഗനസദൃശ്യം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗീ ഹൃദ്യാന ഗമ്യം വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകൈകനാഥം. ശ്രീ പത്മനാഭ, നാട് അങ്ങയുടെ, നാം വെറും അച്ഛന്മാർ. ഈ വഞ്ചിനാടിന്റെ ഐശ്വര്യവും സമ്പത്തും കീർത്തിയും നാൾക്കുനാൾ വർദ്ധിപ്പിക്കുവാൻ നമുക്ക് കരുതേ. அமோகமாயிருக்கு. உந்தன் பாட்டிலையா உடவாளிலையா பத்மநாபனுக்கு ரொம்ப பிரியம். வணக்கம் மகாராஜா. ആനന്ദ രാമൻ വരൂ, എങ്ങനെ സുഖമല്ല? വഞ്ചിനാടിന്റെ നടവയ്ക്ക് തിരക്കേറിയപ്പോൾ നമ്മെ മുഖം കാണിക്കുന്നത് കാര്യമാത്ര പ്രസക്തമായി അല്ലേ? എന്നാൽ അങ്ങനെ പാടില്ല. നീ നമുക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. എത്ര വലുതായാലും നമുക്കെന്നും നീ ആ തെക്കിനി പയ്യൻ തന്നെ. സമർത്ഥനായ കുട്ടി കൂടെ നിർത്തി പഠിച്ചു വളർന്നു നീ ഇന്ന് വഞ്ചനാടിന്റെ ദളവ. നിന്റെ രാജ്യസ്നേഹവും പ്രാഗൽഭ്യവും കീർത്തിയും നാൾക്കുനാൾ വർദ്ധിക്കട്ടെ പത്മനാഭ. എന്നാൽ തമിഴിൽ വേണ്ട, പേച്ച് മലയാളത്തിൽ മതി. ഇത് പത്മനാഭന്റെ മണ്ണ്, മലയാളം. അതുകൊണ്ട് തമിഴ്. വന്ന കാര്യം ഉണർത്തിക്കൂ. രാജ്യകാര്യങ്ങൾ തന്നെ തമ്പുരാൻ. 8 വീട്ടിൽ പിള്ളമാർ ഒടുങ്ങിയ ശേഷം നാട്ടിൽ ശാന്തി, അമൈതി, സുഖം, സന്തോഷം. കന്യാകുമാരി, കുളച്ചൽ, പത്മനാഭപുരം, തിരുവനന്തപുരം, ആറ്റിങ്കൽ എന്നീ പ്രദേശങ്ങൾ ഐശ്വര്യ സമൃദ്ധിയിൽ തിളങ്ങുகிறது. ஆனால் കൊല്ലത്ത് ഒരു പ്രശ്നം. കൊല്ലം രാജാവ് നാട് നീങ്ങിയ കാര്യം ഉങ്ങൾക്കും അറിയുമല്ലോ. യുവരാജൻ ചിന്ന പയ്യൻ. അതിനാലെ കായംകുളം രാജൻ കൊല്ലം ആക്രമിക്ക പോറാർ. അത് അനുവദിക്കൂടാതെ. കൊല്ലം ജനങ്ങൾ കൂടെ മാർത്താണ്ഡവർമ്മയുടെ പ്രജകളാകാൻ കൊതിക്കുന്നു. ഉടൻ വേണ്ടത് ചെയ്യൂ. ശരി, നിന്റെ ബുദ്ധിയും ദൂരദൃഷ്ടിയും അപാരം തന്നെ. ഉടൻ തന്നെ കായംകുളം രാജാവിന് ഓല തയ്യാറാക്കും. ആരവിടെ? വലിയ പടത്തലവൻ അനന്ത പത്മനാഭനോട് വരാൻ
കൂടെ മാങ്കുഴിക്കൽ കൊച്ചുകുപ്പനോടും പനച്ചിൽ വലിയ യജമാനോടും അമ്മകൻ പിള്ളയോടും ഹാജരാകാൻ പറയും. രാജഭക്തിയിലും രാജ്യസ്നേഹത്തിലും വഞ്ചിനാടിന്റെ സിംഹങ്ങളാണ്. പിന്നെ താണുപിള്ള. രാമയൻ, എവിടെ നമ്മുടെ ഉപനായകൻ താണുപിള്ള? കൽപ്പിച്ച് മാപ്പാക്കണം. പഞ്ചമൻകാട്ടിൽ ഒരു ചിന്ന പ്രശ്നം, അത് തീർക്ക അവരെ വിട്ടിരിക്കാർ. എന്ത് പ്രശ്നം? പഞ്ചമൻകാട്ടിൽ എന്ത് പ്രശ്നം? സുത്തമാ അറിയില്ലേ? ജനങ്ങൾ പറയുന്നു പഞ്ചമൻകാട്ടിൽ യക്ഷിബാധ, 9 മരണം. നേരില് പാത്രം കൂടി ഇരുക്കാർ. யாரும் அங்கே போக மாட்டார். அது என்ன എന്ന് തിരിയാൻ ഞാൻ താണുപിള്ളയെ അയച്ചു. ഇപ്പോൾ താൻ അവർ വന്നിടുക. അറുമുഖനുള്ള രാജ്യ പ്രമുഖൻ, ദേശീയനാഥന്റെ സജൻ വരും. മഹാരാജാവ് വീണാൾ വാഴട്ടെ. അനന്തൻ വലിയ പടത്തലവന് കുശലൻ തന്നെയല്ലേ? റാൻ അവർക്ക് പനച്ചിൽ യജമാനൻ, കുടുംബത്തിന് സൗഖ്യം? എല്ലാം അടിയങ്ങളുടെ പറഞ്ഞു. മാങ്കായ്ക്കൽ കൊച്ചുകുറുപ്പ് എത്ര നാളായി സന്ധിച്ചിട്ട്. മറക്കാനാകുന്ന പഴയ കാലം. തീയിട്ട തറവാട്ട് വെയിൽക്കുറിപ്പിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ പടമൊരുങ്ങിയ വീരസിംഹം. അടിയൻ അന്നും ഇന്നും ഇവിടുത്തെ സേവകൻ. എല്ലാം പത്മനാഭന്റെ അനുഗ്രഹം. രാമയൻ കാര്യങ്ങൾ അവതരിപ്പിച്ചു കാണുന്നു. കൊല്ലവും കായംകുളവും തിരുവിതാംകൂറിനോട് ചേർക്കാൻ നാം ആഗ്രഹിക്കുന്നു. അനന്തൻ പടയൊരുക്കം നടക്കട്ടെ. കൊച്ചുകുറുപ്പും യജമാനനും അറുമുഖം പോലെ തമ്പുരാനെ രക്ഷിക്കണേ. എന്റെ രജനി ഈ നാടിന്. തമ്പുരാനെ. ആരും താണുപിള്ളേ ഓർത്തു. എന്താണിത്? താണുപിള്ള വിറയ്ക്കുന്നുണ്ടല്ലോ. അനന്ത താണുപിള്ളെ താങ്ങി നിർത്തു. വഞ്ചിനാടിന്റെ ഉപസേനാനായകൻ ഇങ്ങനെ വിറച്ചാലോ? എന്താണ് ഉണ്ടായത്? പറയൂ. എന്താണ് താണുപിള്ള? ധൈര്യമായി പറയൂ. എന്താണ് ഉണ്ടായത്? യക്ഷി തമ്പുരാനെ, യക്ഷി. പഞ്ചമൻകാട്ടിൽ യക്ഷി. ഞാൻ 2 കണ്ണുകൾ കൊണ്ട് കണ്ടാണ് കേട്ടാ. 2 ആൾക്കാരെ വെറും കൈകൊണ്ട് രക്തം കുടിക്കും. അവിടെ പഞ്ചമൻകാട്ടിൽ ഒരു കുഞ്ഞ അമ്പലത്തിന്റെ ഉള്ളിൽ അവളും അവളുടെ കുലികൻ പടർന്നു. ഒരാളെ വിട്ടിരുന്നില്ല. എന്റെ പട്ടാളത്തിന് അത്രയും കൊന്ന് ചോര കുടിച്ച് എന്നെ മാത്രം വിട്ടുകളഞ്ഞു. പപ്പനാമ നീ കാത്തു. എന്താണിത്? അനന്തൻ, എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? അടിയൻ വിശ്വസിക്കാൻ പ്രയാസം. അയ്യോ, വിശ്വസിച്ചേ ഒക്കൂ. തിരുവനത്തെ ഇത് കണ്ടാണ്. ഈ കയ്യിലെ മുറിവ് കണ്ടാണ്. ഇത് ആയുധമല്ല, ഗുളികന്മാര് കടിച്ചതാണ്. പിടലിക്കാണ് കടി ഓർമ്മയത്. ഞാൻ മലക ഓർമ്മ രക്ഷപ്പെട്ടു. യക്ഷിയാണ് യക്ഷി. ഞാൻ കണ്ടതാണ്. വെളുത്ത മുഖവും വലിയ പൊട്ടും ചുവന്നവാണ്. ഞാൻ കണ്ടാണ്. സത്യം. ഞാൻ കണ്ടതാണ്. സത്യം. സത്യം. തിരുമനസ് മാപ്പാക്കണം. ഞാനും കേട്ടു ചിലതെല്ലാം. പഞ്ചമൻകാട്ടിൽ ഒരു യക്ഷിശല്യം തുടങ്ങിയിട്ട് നാളുപലതായി.
ഇതുവരെ രാത്രിയിലെ മേളങ്ങളും കോലാഹലങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവൾ കൊലപാതകങ്ങൾ തുടങ്ങിയിരിക്കുന്നു. നശിച്ച 8 വീട് ചത്താലും മനനിമ്മതി തരില്ല. 8 വീട്ട് പിള്ളമാർ അവർക്കും രക്ഷിക്കും തമ്മിൽ എന്ത് ബന്ധം? ബന്ധമുണ്ട് തിരുമനസേ, ബന്ധമുണ്ട്. പെണ്ണുമാരുടെ സ്ത്രീകൾ കൂട്ടത്തിന് നൽകിയപ്പോൾ ഒരു ജ്ഞാതിമത്ത് അത് ചെറുത്തു. രാമനാമടത്ത് പിള്ളയുടെ കരച്ചത്തിയുടെ മകൾ കൊച്ചു തങ്കച്ചി. അവൾ ഒക്കോക്കൂട്ടത്തിന് മുമ്പിൽ സ്വന്തം മുറ്റിൽ കടാരവത്തിയാണ് അനുമതി ചെയ്തു. അത് ശരിയാണ്. മരിക്കും മുമ്പ് കൊച്ചു തങ്കച്ചിയുടെ ഒരു ഉഗ്ര പ്രതിജ്ഞയും മാർത്താണ്ഡവർമ്മയുടെ കുലം ഒടിയും. പഞ്ചവൻകാട്ടിൽ പ്രതികാരത്തിൽ തീ വീഴും. ഇത് കേട്ട മുക്കുവൻ ഭയമോടി എന്നാണ് കേൾവി. എല്ലാം കേട്ടറിവാണ്. കൊച്ചു തങ്കച്ചി യക്ഷി. അതേ തമ്പുരാൻ, രാമനാമഠത്തിൽ പിള്ളയുടെ അനുജത്തി ഉണ്ണിയമ്മയുടെ മകൾ കൊച്ചു തങ്കച്ചി. உங்களுக்கு தெரியும் அல்லவா? അനന്തൻ എന്ന് പറയുന്നു. അടി കേട്ടെടുത്തോളം ഇത് പെൺ പ്രശ്നം തന്നെ. ചില മനസ്സുകളിൽ യക്ഷിഭയം ഉള്ളപ്പോൾ അവിടുന്ന് ഇതിന് പരിഹാരം കാണും. കൊല്ലം കായംകുളം, പിന്നെ പഞ്ചവൻകാട്. നമുക്കാദ്യം ഞാൻ ഈ നാഴിക ഉദയഗിരി കോട്ടയിലേക്ക് തിരിക്കുകയാണ്. മാങ്കോട്ടിൽ കൊച്ചുകൊടുത്തും വലിയ യജമാനും അറുമുഖം പുള്ളിയും കൂടെ പോയിട്ട് ഉദയഗിരി കോട്ടയിൽ പട്ടാളവും ചേർത്ത് ഞാൻ പഞ്ചവൻകാട്ടിലേക്ക് പോകാം. പത്മനാഭന്റെ മുദ്രയുള്ള ഈ രാജസേനത്തിനോട് ഏത് യക്ഷിയും നശിച്ച് നാറാക്കാം. അത് തന്നെ നല്ല തീരുമാനം. ഒഴിവിനും എന്ത് വിവരത്തിനും ഓട്ടക്കാരനെ വിടണം, മറക്കരുത്. ശ്രീ പത്മനാഭൻ